ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അന്തിമ ഓഡിറ്റ് റിപ്പോർട്ട് ഈ മാസം 26-ന് കോടതിയിൽ സമർപ്പിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ഓഡിറ്റ് റിപ്പോർട്ടിലെ പിഴവുകൾ പരിഹരിക്കാനായി ടാസ്ക് ഫോഴ്സിനെ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. 8.22 കോടി രൂപയുടെ MOUവിൽ നിന്ന് 4.99 കോടി എന്ന തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ബോർഡ് എത്തിയത് ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായെന്നും കെ ജയകുമാർ എന്ന് വ്യക്തമാക്കി. നമുക്ക് നോക്കാം സമഗ്രമായ റിപ്പോർട്ട്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഓഡിറ്റ് റിപ്പോർട്ട് അന്തിമമല്ല. എന്നാൽ നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ പിഴവുകൾ ഉണ്ട് എന്നത് ദേവസ്വം ബോർഡ് വിലയിരുത്തി. ഈ പിഴവുകൾ തിരുത്തി അന്തിമ ഓഡിറ്റ് റിപ്പോർട്ട് ഈ മാസം 26-ന് ഹൈക്കോടതിയിൽ നൽകാനാണ് തീരുമാനമെന്ന് ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കി. അപ്പോൾ ഈ റെക്ടിഫിക്കേഷൻ അടിയന്തരമായി നടത്തണമെന്നാണ് ഇന്ന് ബോർഡ് തീരുമാനിച്ചത്. 10 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ റെക്ടിഫിക്കേഷൻസ് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തണമെന്നാണ് ഇന്നത്തെ ബോർഡിൻ്റെ തീരുമാനം. ചർച്ചയ്ക്ക് ശേഷം ഞങ്ങളെടുത്ത തീരുമാനം. പിന്നെ അതിനുവേണ്ടി ഒരു ടാസ്ക് ഫോഴ്സ് ഇന്ന് രൂപീകരിക്കാൻ ഇപ്പോൾ ബോർഡ് തീരുമാനിച്ചു. ദേവസ്വം കമ്മീഷണറും അക്കൗണ്ട്സ് ഓഫീസറും പിന്നെ ചീഫ് എഞ്ചിനീയറും അടങ്ങുന്ന ഒരു ടാസ്ക് ഫോഴ്സ് അതിനുവേണ്ടി ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട് ബോർഡ്. ആ ടാസ്ക് ഫോഴ്സ് ഇപ്പോൾ തന്നെ പ്രവർത്തനക്ഷമമായി ഒരു 5-6 ദിവസത്തിനുള്ളിൽ ഓഡിറ്ററുമായിട്ട് ചർച്ച ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് കടന്നുകൂടിയിട്ടുള്ള പല പരാമർശങ്ങളും വസ്തുതാപരമായ വെളിച്ചത്തിൽ അത് മാറിപ്പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 8.22 കോടി രൂപയ്ക്കായിരുന്നു IICയുമായി MOU ഒപ്പിട്ടത്. 7.04 കോടിയുടെ ബില്ലാണ് അവർ കരാർ നൽകിയ ഊരാളുങ്കൽ നൽകിയത്. എന്നാൽ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് 4.99 കോടിയിലേക്ക് ചെലവ് നിജപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട് IICയുമായും ഊരാളുങ്കലുമായും ചർച്ച നടത്തിയെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ദേവസ്വം ബോർഡിൽ നിന്നും ഒരു തുക പോലും അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. വേണ്ട രീതിയിൽ സ്പോൺസർഷിപ്പ് ലഭിച്ചില്ല. 3.85 കോടി രൂപ സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുമെന്നും 1.15 കോടി രൂപ ഇനിയും കൊടുത്തു തീർക്കാനുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതിനു ശേഷം മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്താൻ കൂടിയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.